ദൈവമേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് പ്രസാദകരമായിരിക്കണമേ. 3 കാര്യങ്ങളാണ് എബ്രായ ലേഖകൻ 7-ാം അധ്യായം മുതൽ 9-ാം അധ്യായം വരെ വളരെ പ്രാഗൽഭ്യമായി അധികാരമായി നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കിയത്. ഒന്നാമതായി, യേശുക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠമായ പൗരോഹിത്യ ശുശ്രൂഷ. രണ്ടാമതായി, ക്രിസ്തു മൂലം ലഭിച്ച ശ്രേഷ്ഠമായ പുതിയ നിയമം അഥവാ ന്യൂ കവനന്റ്. മൂന്നാമതായി, ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠമായ യാഗം. ഈ 10-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠമായ യാഗത്തെ വീണ്ടും ഉറപ്പിച്ചുകൊണ്ട് തുടരുന്നു. 1 മുതൽ 5 വരെ ഞാൻ വായിക്കുകയാണ്. ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപം അല്ലാഴുക കൊണ്ട് ആണ്ടുതോറും ഇടവിടാതെ കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിവുള്ളതല്ല. അല്ലെങ്കിൽ ആരാധനക്കാർക്ക് ഒരിക്കൽ ശുദ്ധി വന്ന ശേഷം പാവങ്ങളെക്കുറിച്ച് ഉള്ള മനോബോധം പിന്നെ ഇല്ലാഴിക കൊണ്ട് യാഗം കഴിക്കുന്നത് നിന്നു പോകുകയില്ലയോ? ഇപ്പോഴോ ആണ്ടുതോറും അവയാൽ പാവങ്ങളുടെ ഓർമ്മ ഉണ്ടാകുന്നു. കാളകളുടെയും ആറ്റുകൊറ്റന്മാരുടെയും രക്തത്തിന് പാവങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല. ദൈവം മോശയിൽ കൂടി ഇസ്രായേൽ മക്കൾക്ക് കൊടുത്ത ന്യായപ്രമാണം ക്രിസ്തുവിൻ്റെ പരമയാഗത്തിൻ്റെ ഒരു നിഴൽ മാത്രമായിരുന്നു. പഴയ നിയമ പുരോഹിതന്മാർ പാപസംഹാര ദിവസം ആണ്ടുതോറും സമാഗമന കൂടാരത്തിൽ നടത്തിയ യാഗങ്ങൾ അവരുടെ മനസാക്ഷിയിൽ നിന്നും കുറ്റബോധം പൂർണ്ണമായിട്ട് നീക്കുവാൻ സാധിച്ചില്ല. അതുകൊണ്ട് AD 70 റോമാക്കാർ യെരുശലേം ദേവാലയം പൂർണ്ണമായി നശിപ്പിക്കുന്നതുവരെ ഈ യാഗങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. ക്രിസ്തു മനുഷ്യരാശിയുടെ പാപത്തെ ചുമക്കുന്ന കുഞ്ഞാടായി കാൽവറിയിൽ യാഗമായി തീരുന്നതുവരെ പാപപരിഹാര യാഗങ്ങൾ അവരുടെ പാപങ്ങളെയും അകൃത്യങ്ങളെയും ഓർപ്പിക്കുക മാത്രമാണ് ചെയ്തത്. ദ ഡേ ഓഫ് ദി അറ്റോൺമെന്റ്. അത് അവർക്ക് എല്ലാ വർഷവും അവരുടെ യാഗങ്ങൾ ആ ദിവസം അർപ്പിക്കണമായിരുന്നു. ഈ യാഗങ്ങൾ അവരുടെ മനസ്സിൽ പാപങ്ങളെക്കുറിച്ചുള്ള ശുദ്ധീകരണം വരുത്തിയിരുന്നുവെങ്കിൽ പിന്നെ വേറെ യാഗം കഴിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. എന്നാൽ ഇവിടെ നാം മനസ്സിലാക്കുന്നത് അങ്ങനെയല്ല സംഭവിച്ചത്. നമുക്ക് 5ഉം 6ഉം വായിക്കാം. ആകയാൽ ലോകത്തിൽ വരുമ്പോൾ ഹനനയാഗവും വഴിപാടും നീ ഇച്ഛിച്ചില്ല, എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിത്തരുന്നു. സർവാംഗ ഹോമത്തിലും പാപയാഗങ്ങളിലും നീ പ്രസാദിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് അവൻ പറയുന്നു. ഈ ഹീബ്രൂസ് 10:5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ സങ്കീർത്തനം 40 6 മുതൽ 8 വരെയുള്ള കൊട്ടേഷൻസ് ആണ്. പ്രവചനത്തിന്റെ ആത്മാവിൽ ദാവീദ് രാജാവ് എഴുതിയ ഈ സങ്കീർത്തനത്തിൽ ഈ ലോകത്തിൽ വരുവാനിരിക്കുന്ന ഒരു ഭൗമ്യ ശരീരം ദൈവപുത്രനായ യേശുവിൽ കൂടി ഒരുക്കിയിരിക്കുന്നുവെന്ന് നാം മനസ്സിലാക്കുന്നു. ഹനനയാഗങ്ങൾക്കും വഴിപാടുകൾക്കും സർവാംഗ ഹോമങ്ങൾക്കും പാപയാഗങ്ങൾക്കും പകരമായി ക്രിസ്തു തൻ്റെ പിതാവിൻ്റെ ഹിതത്തിനായി ഒരു യാഗമായി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. ഗത്സമന തോട്ടത്തിലെ പ്രാർത്ഥനയിൽ ക്രിസ്തു തൻ്റെ പിതാവിൻ്റെ ഹിതത്തിന് കീഴ്പ്പെട്ടു. ഇത് നമുക്ക് ലൂക്ക് 22:42 വായിക്കാം. പുസ്തക ചുരുളിൽ എന്നെഴുതിയിരിക്കുന്നത് ഇവിടെ പഴയ നിയമത്തിൽ ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ സൂചിപ്പിക്കുന്നു. ഇത് യെശയ്യാവ് 9:6 നമുക്ക് വായിക്കാം. ഞാൻ 8, 9, 10 വായിക്കുകയാണ്. ന്യായപ്രമാണപ്രകാരം കഴിച്ചു വരുന്ന യാഗങ്ങളും വഴിപാടും സർവാംഗ ഹോമങ്ങളും പാപയാഗങ്ങളും നീ ഇച്ഛിച്ചില്ല, അവയിൽ പ്രസാദിച്ചതുമില്ല എന്നിങ്ങനെ പറഞ്ഞ ശേഷം ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് അവൻ രണ്ടാമത്തേതിനെ സ്ഥാപിപ്പാൻ ഒന്നാമത്തേതിനെ നീക്കിക്കളയുന്നു. ആ ഇഷ്ടത്തിൽ നാം യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ഏകദേശം 44 പ്രോഫസീസ് ആണ്
യേശുക്രിസ്തുവിനെ കുറിച്ച് ഓൾഡ് ടെസ്റ്റ്മെന്റിലെ ഫുൾഫിൽ ചെയ്തിട്ടുള്ളത്. കർത്താവിൻ്റെ ജനനത്തെക്കുറിച്ച് പറഞ്ഞേക്കുന്നത് യെശയ്യാവ് 7:14, മൈക്ക 5:2 ഈ വാക്യങ്ങളിലാണ്. ഞാൻ യെശയ്യാവിൻ്റെ 7:14 വായിക്കാം. അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്ക് ഒരു അടയാളം തരും, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവനെ ഇമ്മാനുവേൽ എന്ന പേർ വിളിക്കും. ക്രിസ്തുവിൻ്റെ ക്രൂസിഫിക്കേഷനെ കുറിച്ച് നമുക്ക് യെശയ്യാവ് 53:5 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. അതിൽ 53:5 മാത്രം ഞാൻ വായിക്കുന്നു. എന്നാൽ അവൻ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. അതുപോലെ തന്നെ കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് സാംസ് 16:10 ആൻഡ് സാംസ് 49:15 നമ്മൾ വായിക്കുന്നു. സാംസ് 16:10 വായിക്കുന്നു, നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, എൻ്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. നമ്മൾ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ വായിച്ചത് തൻ്റെ പിതാവ് സാധിക്കുന്ന ഒരു ഉത്തമ യാഗം കാൽവറി കുരിശിൽ തൻ്റെ സ്വന്തം രക്തത്തിലൂടെ പഴയ നിയമം മാറ്റി ഒരു പുതിയ നിയമം ക്രിസ്തു സ്ഥാപിച്ചു. ക്രിസ്തുവിൻ്റെ ഒരിക്കലായുള്ള ആ യാഗം മൂലം മനുഷ്യരാശിക്ക് പാപമോചനവും രക്ഷയും നിത്യജീവനും ലഭിച്ചു. We have been sanctified through the offering of the body of Christ once and for all. Praise the Lord. 11, 12, 13 വായിക്കുന്നു. ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കഴിച്ചും കൊണ്ടേയിരിക്കുന്നു. യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരുന്നു കൊണ്ട് തൻ്റെ ശത്രുക്കൾ തൻ്റെ പാദപീഠം ആവുവോളം കാത്തിരിക്കുന്നു. 12 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ സങ്കീർത്തനം 110:1 കൊട്ടേഷനാണ്. ഒരിക്കലായിട്ട് അർപ്പിക്കപ്പെട്ട യേശുവിൻ്റെ യാഗം മനുഷ്യരാശിയുടെ പാപപരിഹാരത്തിന് പര്യാപ്തമായിരുന്നു. ഇതാകുന്നു ഒരു വിശ്വാസിയുടെ പ്രത്യാശ. യേശുക്രിസ്തു ഒരിക്കലായിട്ട് അർപ്പിച്ച ഈ പരമയാഗത്തിലൂടെ ഉള്ള ആ വിശുദ്ധീകരണം വിശ്വാസത്തിൽ നമുക്ക് സൗജന്യമായിട്ട് ലഭിക്കുന്നു. ക്രിസ്തു തൻ്റെ കടമ പൂർത്തിയാക്കി പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നു. തൻ്റെ ജനം അവരുടെ രക്ഷകനെ തിരിച്ചറിഞ്ഞ് രക്ഷയിലേക്ക് വരുവാൻ ക്രിസ്തു അവർക്ക് വേണ്ടി ഇപ്പോഴും കാത്തിരിക്കുകയാണ്. പ്രൈസ് ഗോഡ്. 14 വാക്യം വായിക്കാം. ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. ക്രിസ്തുവിന്റെ യാഗം അവൻ തന്നിൽ വിശ്വസിക്കുന്നവർക്ക് സമ്പൂർണ്ണ പരിഹാരം നിറവേറ്റി. ഇനിയും വേറെ ഒരു യാഗങ്ങളുടെയും ആവശ്യമില്ല. പിതാവിങ്കിലേക്കുള്ള വഴി എന്നേക്കുമായി തുറക്കപ്പെട്ടു എന്നാണ് വാക്യം നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. അത് പരിശുദ്ധാത്മാവും നമുക്ക് സാക്ഷീകരിച്ചിരിക്കുന്നു. ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ അവരോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു. എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും എന്ന കർത്താവിൻ്റെ അരുളപ്പാട് എന്ന് അരുളി ചെയ്ത ശേഷം അവരുടെ പാപങ്ങളെയും അകൃത്യങ്ങളെയും ഞാൻ ഇനി ഓർക്കയുമില്ല എന്ന് അരുളി ചെയ്യുന്നു. എന്നാൽ ഇവയുടെ മോചനം ഉള്ളിടത്ത് ഇനിമേൽ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ആവശ്യമില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാൽ എഴുതപ്പെട്ട ജെറമിയ 31, 33 മുതൽ 34 വരെയുള്ള കൊട്ടേഷൻ ഹീബ്രു 8 സെയിം കൊട്ടേഷൻ തന്നെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള ഒരു കോൺട്രാസ്റ്റ് ആണ് നാം ഈ വാക്യങ്ങളിൽ കാണുന്നത്. പിതാവിങ്കിലേക്ക് ഉള്ള വഴി എന്നേക്കുമായി തുറക്കപ്പെട്ടു. യേശുക്രിസ്തുവിന്റെ മഹാപൗരോഹിത്യം ശ്രേഷ്ഠതയേറിയ യാഗവും പാപക്ഷമയുടെ പുതിയ കവനന്റുമാകുന്നു. അത് സംബന്ധിച്ചുള്ള ഉപദേശങ്ങൾ ഈ 18 വാക്യം കൊണ്ട് അവസാനിക്കുകയാണ്. Now the author is starting a strong message and a warning for his church. 19 വായിക്കുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തൻ്റെ ദേഹം എന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിൽ ഒരു മഹാപുരോഹിതന് ഉള്ളതുകൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി
വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു ചെല്ലുക. ഈ 19 വാക്യം ഹീബ്രു 10:19 ആൻഡ് ഹീബ്രൂസ് 4:14 ഇത് ക്യാപ് സ്റ്റോൺ എന്നാണ് അറിയപ്പെടുന്നത്. മുകൾ ഭാഗത്തെ ഒരു കെട്ടിടം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഭാരം ചുമക്കുന്ന തൂണുകളാണിത്. അതുകൊണ്ട് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്യമാണ്. ഹീബ്രൂസ് 4:14 നമ്മൾ പഠിച്ചതാണ്, ഒന്നുകൂടെ വായിക്കാം. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. ഈ വാക്യങ്ങളിൽ കൂടി നമുക്ക് ഒരു മൂവി കാണുമ്പോൾ, നമ്മളൊരു ബുക്ക് വായിക്കുമ്പോൾ അതിനൊരു ക്ലൈമാക്സ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെ ഈ ലേഖകൻ ഒരു അൾട്ടിമേറ്റ് മോട്ടീവ് നമ്മളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. അതിൻ്റെ പ്രസൻറ്റേഷൻ ഓൾമോസ്റ്റ് കഴിഞ്ഞു. അതൊരു ക്ലൈമാക്സിലേക്ക് എത്തിയിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഈ ലോകവും അതിലുള്ളതെല്ലാം പ്രപഞ്ചത്തെയും സൃഷ്ടിച്ച കർത്താവ് പരിശുദ്ധനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നേരിട്ട് പ്രവേശിക്കുവാൻ ക്രിസ്തുവിൽ കൂടി നമുക്ക് സാധിച്ചു. ദൈവസന്നിധിയിൽ ചെല്ലാൻ നമുക്ക് ഇനിയും വേറൊരു പുരോഹിതന്റെ ആവശ്യമില്ല. നാം ഇതുവരെ പഠിച്ച എബ്രായ ലേഖനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിച്ചത് കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങളുടെ യാഗമായി കാൽവറി കുരിശിൽ ഒരിക്കലായി മരിച്ചു. 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് നമുക്ക് വേണ്ടി പക്ഷവാതം ചെയ്യുവാനായി ഒരു മഹാപുരോഹിതനായി തൻ്റെ പിതാവിൻ്റെ വലത്തുഭാഗത്ത് എന്നേക്കുമായി സ്വർഗത്തിലിരിക്കുന്നു. അതുകൊണ്ട് വിശ്വാസത്തോടെ നമ്മുടെ ഹൃദയങ്ങളിൽ ക്രിസ്തുവിനെ സ്വീകരിക്കുക, പാപങ്ങളെ ഏറ്റുപറയുക. നമുക്ക് ധൈര്യത്തോടെ പതറാതെ ആത്മവിശ്വാസത്തോടെ നമ്മുടെ ദേഹവും ദേഹിയും ആത്മാവും നമ്മുടെ കർത്താവിൻ്റെ മുമ്പിൽ പരിപൂർണമായി അർപ്പിച്ചു. 1 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ പഠിച്ചത് ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠമായ യാഗത്തെക്കുറിച്ചാണ്. 23-ാമത്തെ വാക്യം വായിക്കാം. പ്രത്യാശയുടെ സ്വീകാര്യം നാം മുറുകെ പിടിച്ചുകൊള്ളുക, വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനല്ലോ. അത് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ അതിനൊരു വലിയൊരു പ്രസക്തത വരികയുള്ളൂ. ഹോൾഡ് ഫാസ്റ്റ് ദ കൺഫെഷൻ ഓഫ് അവർ ഹോപ്പ്, ദർ ഈസ് നോ നീഡ് ടു ഡൗട്ട്. 24-ാമത്തെ വാക്യം കൂടി വായിക്കാം. ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവർത്തികൾക്കും 25 ഉത്സാഹം വർദ്ധിപ്പിക്കാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. നാൾ സമീപിക്കുന്നുവെന്ന് കാണും തോറും അത് അധികമായി ചെയ്യേണ്ടതാകുന്നു. Now the author is starting with a strong warning to the churches. പ്രത്യാശയുടെ അടിസ്ഥാനമായ ദൈവം നമുക്ക് തന്ന വാഗ്ദത്തങ്ങളിൽ നാം അടിയുറപ്പിച്ച് പതറാതെ ഉറച്ച വിശ്വസ്തയോടുകൂടി നിൽക്കണം. ഈ 24-ാം വാക്യം മുതലാണ് നമുക്ക് പണി കിട്ടുന്നത്. അന്ന് എബ്രായരോട് അപ്പോസ്തലൻ പറഞ്ഞ കാര്യങ്ങൾ ഈ 20th year of the 21st century, 20th year of the 3rd millennium 100% applicable ആണ്. ഒരു വ്യത്യാസവും ഇല്ല. The author is telling us, hey look, you have to remember one thing. ഓരോ വിശ്വാസികളും ചില കാര്യങ്ങൾ ചെയ്യുവാൻ ബാധ്യതരാണ്. വിശ്വാസ ജീവിതം ഒരു കൂട്ടായ്മയാണ്. വലിയൊരു ദൂത് അപ്പോസ്തലൻ നമുക്ക് തരികയാണ്. ആരാധനയ്ക്ക് പോകണം, തമ്മിൽ വിശ്വാസ വിഷയങ്ങൾ പ്രബോധിപ്പിക്കണം, അന്യോന്യം സ്നേഹിക്കണം, ബലഹീനരെ താങ്ങണം, സഹായം ആവശ്യമുള്ളവരെ സഹായിക്കണം, നല്ല പ്രവൃത്തികൾ ചെയ്യണം. എക്സോട്ട് വൺ അനദർ, അന്യോന്യം ധൈര്യപ്പെടുത്തുക. കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നു. കർത്താവിൻ്റെ പ്രത്യക്ഷത അടുക്കും തോറും അത് കൂടുതൽ ചെയ്യേണ്ടതുണ്ട്. ഏകദേശം 2000 വർഷം മുമ്പ് എഴുതിയ ഈ ലേഖനത്തിൽ ലേഖകൻ ഇങ്ങനെ കർത്താവിൻ്റെ 2ാമത്തെ വരവിനെ അടുത്തിരിക്കുന്നുവെന്ന് പറയുമ്പോൾ ഈ സമയത്ത് നമ്മൾ എത്രയോ അധികം അടുത്തിരിക്കുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം. നമുക്ക് 26, 27 വായിക്കാം. സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനിയൊരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായ ഒരു പ്രതിഷ്ഠയും എതിരാളികളെ ദഹിപ്പിക്കാനുള്ള ക്രോധാഗ്നിയുമേ ഉള്ളൂ. ഇതിനെക്കുറിച്ച് നാം ഹീബ്രു 6 പഠിച്ചതാണ്. ഹീബ്രു 6:6 ഞാൻ വായിക്കുന്നു. ഇവിടെ അപ്പോസ്തലൻ വിശ്വാസത്തിൽ നിന്നുള്ള പിന്മാറ്റത്തെക്കുറിച്ച് ഉദ്ദേശിച്ചാണ് പറയുന്നത്. പാപം അറിഞ്ഞുകൊണ്ട് തന്നെ വീണ്ടും പാപം ചെയ്താൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവനെ ലോകാപവാദം വരുത്തുന്നവരും ആവുകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിയുന്നതല്ല. ദൈവകോപത്തിൽ നിന്നും ന്യായവിധിയിൽ നിന്നും ഇങ്ങനെയുള്ളവരെ രക്ഷിപ്പാൻ ഒരു യാഗവും ശേഷിച്ചിട്ടില്ല. എത്ര സങ്കടകരമായ ഒരു അവസ്ഥയാവുന്നു അത്. നമുക്ക് 28ഉം 29ഉം വായിക്കാം. മോശയുടെ ന്യായപ്രമാണം അനുസരിക്കാത്തവനെ
കരുണ കൂടാതെ 2-3 സാക്ഷികളുടെ വാമൊഴി കേട്ട് മരണശിക്ഷ കൽപ്പിച്ചിരുന്നുവല്ലോ. ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവൻ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകും എന്ന് വിചാരിപ്പീൻ. ന്യായപ്രമാണം നമ്മെ കുറ്റം വിധിക്കുന്നു. ആവർത്തന പുസ്തകത്തില് 19:21 ഇങ്ങനെ വായിക്കുന്നു: ജീവന് പകരം ജീവൻ, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, കൈക്ക് പകരം കൈ, കാലിന് പകരം കാൽ. പഴയ നിയമപ്രകാരം 2-3 സാക്ഷികൾ ഒരു വ്യക്തിക്കെതിരെ സാക്ഷ്യം പറഞ്ഞാൽ ആ വ്യക്തി കുറ്റക്കാരനായി ശിക്ഷ നടപ്പാക്കും. ഒരിക്കൽ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച ശേഷം വിശ്വാസത്തിൽ നിന്നും പിന്മാറിപ്പോയാൽ അവർ ദൈവപുത്രനെ ചവിട്ടിക്കളയുന്നതിന് തുല്യമാണ് എന്നാണ് ഇവിടെ അപ്പോസ്തലൻ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. ഒരിക്കൽ ശുദ്ധീകരിച്ച യേശുക്രിസ്തുവിന്റെ രക്തത്തെ തള്ളിപ്പറഞ്ഞാൽ ആ വ്യക്തി യേശുവിന്റെ പുതിയ നിയമ രക്തത്തെ മായ്ച്ചു കളയുന്നു. ഒരിക്കൽ ക്രിസ്തുവിന്റെ കൃപയുടെ ആത്മാവിനെ സ്വീകരിച്ച ശേഷം പിന്തിരിഞ്ഞാൽ ആ വ്യക്തി വളരെ കഠിനമായ ശിക്ഷയ്ക്ക് ഇരയാകും. എത്ര സങ്കടകരമായ ഒരു അവസ്ഥയാണ് അത് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. നമുക്ക് 30-31 വായിക്കാം. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം വീട്ടും എന്നും കർത്താവ് തൻ്റെ ജനത്തെ ന്യായം വിധിക്കും എന്നും അരുളി ചെയ്തവനെ നാം അറിയുന്നുവല്ലോ. ഡ്യൂട്രോണമി 32, 35, 36 കൊട്ടേഷനാണ് നമ്മളിവിടെ വായിക്കുന്നത്. ജീവനുള്ള ദൈവത്തിൻ്റെ കയ്യിൽ വീഴുന്നത് എന്ത് ഭയങ്കരം. അതാണ് 31 വാക്യം. 1 ജോൺ 4:18 ഇങ്ങനെ വായിക്കുന്നു: ഗോഡ് ഈസ് ലവ്, ദൈവം സ്നേഹമാകുന്നു. ഈ സ്നേഹത്തിൻ്റെ പര്യായമായ ജീവനുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തെ നിരസിക്കുന്നവർ ശിക്ഷാവിധിയിൽ ഏൽപ്പിക്കപ്പെടും. ലൂക്കോസ് 12:5 നാം ഇങ്ങനെ വായിക്കുന്നു: ആരെ ഭയപ്പെടണം എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കൊന്നിട്ട് നരകത്തിൽ തള്ളിക്കളയുവാൻ അധികാരമുള്ളവനെ ഭയപ്പെടുകയും. 10:32, 33, 34 വായിക്കുന്നു: എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കുത്തുകാഴ്ചയായി ഭാവിച്ചു ആ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നു. ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവ്വകാലം ഓർത്തുകൊള്ളുവീൻ. തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചതല്ലാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ട് എന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപഹാരവും സന്തോഷത്തോടെ സഹിച്ചുവല്ലോ. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള ചലഞ്ചസ് ഉണ്ടാകാം. പ്രത്യേകിച്ച് ഈ വാക്യങ്ങളിൽ ബുദ്ധമതത്തിൽ നിന്നും വന്ന ഈ എബ്രായർക്ക് പല വിധത്തിലുള്ള കഷ്ടതകളും എതിർപ്പുകളും ഉണ്ടായിരുന്നു, മതപീഡകൾ ഉണ്ടായിരുന്നു. 34 വാക്യത്തിൽ ഇവർ ചിലർ തടവ് ശിക്ഷകൾ അനുഭവിക്കേണ്ടി വന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇങ്ങനെ കഷ്ടത അനുഭവിച്ച വിശ്വാസികളെ സഭയിലുള്ളവർ അവരുടെ സമ്പത്തുകളിൽ നിന്നും മനസ്സോടെ സന്തോഷത്തോടെ സഹായിക്കുന്നതായിട്ട് നാം ഇവിടെ വായിക്കുന്നു. ആദ്യ സഭയിലെ ഈ രീതികൾ നമുക്ക് എത്ര മാതൃകയായിരിക്കുന്നു. എഴുത്തുകാരൻ ഈ ആദ്യ ക്രിസ്ത്യാനികളെ ധൈര്യപ്പെടുത്തുകയും അവരുടെ നല്ല പ്രവർത്തികൾക്ക് പ്രതിഫലം ദൈവം കൊടുക്കുമെന്നാണ് ഇവിടെ പറയുന്നത്. നമുക്ക് 35-36 വായിക്കാം. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ഈ യഹൂദ ക്രിസ്ത്യാനികൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾ, സഹിഷ്ണുതകൾ ഇതെല്ലാം ഈ ലേഖകന് ശരിക്കും മനസ്സിലായിരുന്നു. അവരോട് ഇദ്ദേഹത്തിന് വളരെ സഹതാപം ഉണ്ടായിരുന്നതായി നാം ഇവിടെ വായിക്കുന്നു. എന്നാൽ ക്രിസ്തുവിന് വേണ്ടി അനുഭവിച്ച കഷ്ടതകൾ സ്വർഗത്തിലെ തമ്പുരാൻ അവർക്ക് പ്രതിഫലം കൊടുക്കുമെന്ന് പൂർണ്ണ വിശ്വാസം അവർക്ക് കൊടുക്കുകയാണ്. വിശ്വാസത്തിൽ സ്ഥിരതയും കഷ്ടതയിൽ സഹിഷ്ണുതയും ഉള്ളവരായി മുമ്പോട്ട് പോകണമെന്ന് ലേഖകൻ അവരെ ധൈര്യപ്പെടുത്തുകയാണ്. നമുക്ക് 37-38 വായിക്കാം. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. എന്നാൽ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നുവെങ്കിലോ എൻ്റെ ഉള്ളത്തിൽ അവനിൽ പ്രസാദമില്ല. ഈ 2 വാക്യങ്ങൾ ഹെബക്കൂക്ക് 2:3-4 വരെയുള്ള വാക്യങ്ങളുടെ കൊട്ടേഷനാണ്. വിശ്വാസത്താലുള്ള നീതീകരണം അഥവാ ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത് പുതിയ നിയമത്തിന്റെ കാതലായ വിഷയമാണല്ലോ. ഇത് റോമൻസ് 1:17, ഗലാഷ്യൻസ് 3:11 എന്നീ ഭാഗങ്ങളിലെല്ലാം കോട്ട് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് വാക്യം വായിക്കുന്നു: നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലത്രയാകുന്നു. ഒരു വലിയ ആഹ്വാനത്തിലേക്കാണ് ലേഖകൻ ഈ എബ്രായ ക്രിസ്ത്യാനികളെ നയിക്കുന്നത്. നാം പിന്മാറ്റത്തിൽ പോകാതെ വിശ്വാസത്തിൽ ഉറച്ച് മുമ്പോട്ടുള്ള ഓട്ടം തികയ്ക്കുക. This is a call for all of us for a determination to keep our faith steadfast. ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലുള്ളവരാകുവാൻ വേണ്ടി നാം ശ്രമിക്കുക.
അതിനുവേണ്ടി ധൈര്യപ്പെടുക. ക്രിസ്തുവിൻ്റെ ഒരിക്കലായ പരമയാഗം വിശ്വാസത്തോടെ ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ച് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നിത്യജീവനിൽ കൂടിയുള്ള പ്രത്യാശയുടെ സ്വീകാര്യം നമുക്ക് ലഭിച്ച പ്രത്യാശയുടെ അടിസ്ഥാനമായ വാഗ്ദത്തങ്ങളിൽ നിന്ന് ഒരിക്കലും പിന്മാറാതെ വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ നമുക്ക് ജീവിതം നയിക്കാം. ആരാധനകളിലും കൂട്ടായ്മകളിലും പങ്കാളികളായി തമ്മിൽ പ്രബോധിപ്പിച്ചും സ്നേഹത്തിലും സൽപ്രവർത്തികളിലും പങ്കാളികളാകുവാൻ നമുക്ക് സാധിക്കണം. നമുക്ക് 37-ാം വാക്യം ഒന്നുകൂടി വായിച്ചിട്ട് ഞാനിത് നിർത്തുകയാണ്. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസമില്ല. ഇതിൽ കൂടി നമ്മൾ മനസ്സിലാക്കുന്നത് കർത്താവ് വരാറായി. കർത്താവിൻ്റെ വരവിൽ നാം ഒരുക്കമുള്ളവരായിരിക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ കൂട്ടായ്മയിലൊക്കെ ഇടപെടുന്നതും ഇതിൽ നമ്മൾ ഭാഗഭാക്കാക്കുന്നതും കർത്താവിനെ ആരാധിക്കുന്നതും കർത്താവിനെ സ്നേഹിച്ച് കർത്താവിൻ്റെ കൂടെ നമുക്ക് ജീവിക്കുവാൻ സാധിക്കണം. ഈ പ്രതികൂല സാഹചര്യങ്ങളിൽ ഈ ദൈവം നമ്മളെ ഇത്ര അതിശയകരമായി നടത്തുന്നുവല്ലോ, നമുക്കതിനുവേണ്ടി സ്തോത്രം ചെയ്യാം. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനായിട്ട് നമുക്ക് ഒരുങ്ങി പാർക്കാം. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.